ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നികുതി കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്ക. സംസ്ഥാനങ്ങളുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വ്യക്തതയില്ല. KN ബാലഗോപാൽ. GST കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട്. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണെന്നും ഇത് എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വ്യക്തതയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു സംസ്ഥാനവും നികുതി കുറയ്ക്കുന്നതിന് എതിരായി അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം നികുതി കുറയുന്നത് ജനങ്ങൾക്ക് ഗുണമാണ്. പക്ഷേ നേരത്തെ നികുതി കുറയ്ക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടിയിട്ടില്ല. നികുതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വില കുറയേണ്ടതാണ്. ആദ്യം വില കുറയും, പിന്നീട് അവർ വില കൂട്ടും. വില കൂട്ടുമെന്ന് ചില കമ്പനികൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടണം, അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം വരെ കുറയും. ഇങ്ങനെ കുറഞ്ഞാൽ സാധാരണക്കാർക്ക് കിട്ടുന്ന ചികിത്സാ സൌകര്യങ്ങൾ, ചികിത്സ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതിലുള്ള നഷ്ടം കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുത്ത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തീരുമാനം വന്നിട്ടില്ല. സംസ്ഥാനങ്ങളോട് എല്ലാം ആലോചിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന ഒരു പ്രസ്താവന കണ്ടിരുന്നു. അതിശക്തമായ വ്യത്യസ്താഭിപ്രായം ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണ്ടത്ര പഠനം നടത്താതെയാണിത് ചെയ്യുന്നത്. ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സം വരാത്ത തരത്തിൽ ചെയ്യണം, അദ്ദേഹം പറഞ്ഞു. പ്രാബല്യത്തിൽ വരുന്ന GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. GST പരിഷ്കാരം പ്രാബല്യത്തിൽ. ഇനി മുതൽ 2 സ്ലാബുകൾ. അവശ്യവസ്തുക്കൾക്ക് വില കുറയും. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. 4 സ്ലാബുകളുള്ളത് 2 കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാൽ, പനീർ മുതൽ തേയില, കാപ്പിപ്പൊടി അടക്കം കുഞ്ഞു കാറുകൾക്ക് വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5%, 12%, 18%, 28% എന്നീ 4 GST സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കഥയാവുകയാണ്. ഇനി മുതൽ 5%, 18% മാത്രമാണ് GST സ്ലാബുകൾ. പുതിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അവശ്യവസ്തുക്കളായ പാലും പനീറും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾക്ക് GST ഉണ്ടാകില്ല എന്നത് സന്തോഷം നൽകുന്ന വിവരമാണ്. നെയ് മുതൽ പനീർ വരെ 700 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമൂൽ അറിയിച്ചു. തേയിലയും കാപ്പിപ്പൊടിയും 18% നിന്നും 5% സ്ലാബിലേക്ക് മാറുകയാണ്. ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും ചോക്ലേറ്റിനും കോൺഫ്ലേക്സിനും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. 18% സ്ലാബിൽ നിന്നും ഇവ 5%ലേക്ക് മാറും. സൌന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില കുറയും. സോണിയും സാംസങ്ങും LGയും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില പുറത്തുവിട്ട് കഴിഞ്ഞു. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ വിലക്കുറവുണ്ടാവുക. കുഞ്ഞു വാഹനങ്ങളുടെ GST 18% കുറയുകയാണ്. ടാറ്റ, ഹുണ്ടായ്, മാരുതി ഉൾപ്പെടെയുള്ള കമ്പനികൾ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിമന്റിന്റെ GST 28% നിന്നും 18% കുറച്ചത് വീട് പണിയുന്നവർക്ക് ആശ്വാസമാകും. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചിലവ് കുറയും. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില വർദ്ധിക്കുക. 40% സിൻ ടാക്സ് ആണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമായാണ് GST ഇളവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. അയ്യപ്പ സംഗമം പ്രഹസനമായി. ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതിയെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത്, VD സതീശൻ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതിയെന്ന് പറഞ്ഞ ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്ത MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുതെന്ന് പറഞ്ഞ അദ്ദേഹം യോഗി ആദിത്യനാഥിന്റെ ആശംസ അഭിമാനത്തോടെ വായിച്ചതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ചോദിച്ചു. ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായി. അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കുവാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്നും വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ. സർക്കാർ അവകാശപ്പെട്ടതിന്റെ 4/1 പേർ പോലും സംഗമത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചത്.
ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു. എന്നിട്ടാണത് AI നിർമ്മിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത്. ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്ന MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത്. സംഗമം ആഗോള വിജയമെന്നും ലോകപ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ MV ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. VD സതീശൻ വ്യക്തമാക്കി. വിമർശനങ്ങളെ തോളിലേറ്റി നടക്കാറില്ല, നല്ല സിനിമകൾ ചെയ്യണം. മോഹൻലാൽ 48 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ലഭിച്ചതെന്ന് നടൻ മോഹൻലാൽ. പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ജൂറിക്കും സർക്കാരിനും നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുരസ്കാര വിവരം പറയുവാൻ വിളിച്ചപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല സിനിമകൾ ചെയ്യണം, നല്ല ആളുകളുമായി സഹകരിക്കണം, ലഭിക്കുന്ന അവസരങ്ങളെ മികച്ചതാക്കും. വിമർശനങ്ങളെ താൻ തോളിലേറ്റി നടക്കാറില്ല. സിനിമയ്ക്കിപ്പോൾ പരിമിതികളില്ല. സിനിമ എന്നത് പാൻ ഇന്ത്യനായി സംവിധാനം ചെയ്യണമെന്ന് തോന്നൽ വന്നാൽ ഇനിയും ചെയ്തേക്കും. സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ. നല്ല സിനിമകളുണ്ടാകട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 3 ചിത്രീകരണം നാളെ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മോഹൻലാലിന്റെ ചലച്ചിത്ര യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം Xൽ കുറിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഇതിഹാസ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എല്ലാമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും കുറിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. കൊച്ചിയിലെ പബ്ബിൽ പോർവിളി, മരട് അനീഷിന്റെ സംഘത്തിൽപ്പെട്ട ആൾക്കെതിരെ കേസ്. കൊച്ചിയിലെ പബ്ബിൽ വീണ്ടും പോർവിളി. മരട് അനീഷിന്റെ സംഘത്തിൽപ്പെട്ട സെബിനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. എറണാകുളം സൌത്തിലെ പബ്ബിലാണ് സംഭവം നടന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ജനപ്രതിനിധിയായ ഷിബിനെ സെബിൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഷിബിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പബ്ബിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. കീഴ്ക്കോടതി വിധി സൌദി സുപ്രീം കോടതി ശരിവച്ചു. സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രതികരിച്ചു. അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. നേരത്തെ മെയ് 26-ന് 20 വർഷത്തെ ശിക്ഷ വിധിച്ച റിയാദിലെ ക്രിമിനൽ കോടതിയുടെ വിധി ജൂലൈ 9-ന് അപ്പീൽ കോടതി ശരിവച്ചിരുന്നു. അന്തിമ വിധി പ്രഖ്യാപനത്തിനായി സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നു. പ്രോസിക്യൂഷന്റെ അപ്പീലിനെതിരെ അബ്ദുറഹീമിന്റെ അഭിഭാഷകരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും അബ്ദുറഹീമിന്റെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് റെനയും അബു ഫൈസലും അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂരും രംഗത്തുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി ചെയർമാൻ CP മുസ്തഫ, ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ, ട്രഷറർ സെബിൻ, യൂസഫ് കാക്കഞ്ചേരി എന്നിവർ പറഞ്ഞു. GST പരിഷ്കരണം അപര്യാപ്തം, വിമർശനവുമായി കോൺഗ്രസ്. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയെ വിമർശിച്ച് കോൺഗ്രസ്. വളർച്ചയെ അടിച്ചമർത്തുന്ന നികുതിയാണ് GST എന്നും നിലവിലുള്ള പരിഷ്കരണങ്ങൾ അപര്യാപ്തമാണെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് സാമൂഹ്യമാധ്യമമായ Xൽ കുറിച്ചു. GST ക്രമത്തിൽ അടുത്തിടെ വരുത്തിയ ഭേദഗതികളുടെ ഉടമസ്ഥാവകാശം പ്രധാനമന്ത്രി അവകാശപ്പെടുന്നതിനെ ജയറാം രമേശ് വിമർശിച്ചു. ഭരണഘടനാ സ്ഥാപനമായ GST കൌൺസിൽ GST ക്രമത്തിൽ വരുത്തിയ ഭേദഗതികളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം അവകാശപ്പെടുവാനാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. GST വളർച്ചയെ അടിച്ചമർത്തുന്ന നികുതിയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ കാലമായി വാദിക്കുന്നു. 2017 ജൂലൈ മുതൽ തന്നെ ഞങ്ങൾ ഒരു GST 2.0 ആവശ്യപ്പെടുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാന ഉറപ്പായിരുന്നു അത്, അദ്ദേഹം പറഞ്ഞു. GST പരിഷ്കരണം അപര്യാപ്തമെന്നും ജയറാം രമേശ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.